Hi friends, welcome to Magic Post. Today we are discussing about post boxes. It's related to clause 55. Let's start. Post box clause related to 55. The only fully prepaid unregistered article of the letter mail, namely letter, inland letter card, postcard, aerograms, registered newspapers, books of the post bearing the post box number are delivered through the post box. അപ്പോൾ പോസ്റ്റ് ബോക്സിലൂടെ ഏതൊക്കെ ആർട്ടിക്കിൾ നമുക്ക് ഡെലിവേർഡ് ചെയ്യാം? only fully prepaid unregistered article, അതായത് fully prepaid ചെയ്തിട്ടുള്ള unregistered articles ആണ് നമുക്ക് പോസ്റ്റ് ബോക്സിലൂടെ ഡെലിവേർഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഏതെല്ലാം ആവാം? inland letters card, postcard, aerograms, registered newspapers, books. അതിലെല്ലാം എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം? പോസ്റ്റ് ബോക്സ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പോസ്റ്റ് ബോക്സിലൂടെ ഡെലിവേർഡ് ചെയ്യാൻ പറ്റുന്നത് only fully prepaid unregistered articles. Then article addressed to other persons or firm care of post box number are not delivered through the post box except in the following cases. അതായത് ഒരു ആർട്ടിക്കിൾ ഒരു ഫേമിൻ്റെ പേരിൽ വന്നിട്ട്, അതായത് കെയർ ഓഫ് പോസ്റ്റ് ബോക്സിൻ്റെ പേരിലോ ഒരു വ്യക്തിയുടെ പേരിലോ കെയർ ഓഫ് പോസ്റ്റ് ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിവേർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില എക്സെപ്ഷൻ കേസസ് ഉണ്ട്. അത് ഏതൊക്കെ കേസസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ അഡ്രസ് ടു ലെജിറ്റിമേറ്റ് പേഴ്സൺ ഓഫ് ദ ഫേം റെൻഡറിങ് എ പോസ്റ്റ് ബോക്സ്. 2. Article addressed to family members and a guest of the renter. 3. Article addressed towards trainees or intimate of an institution controlled by a recognized and a known authority. Last one, article addressed to casual visitors and a commercial representative staying with the renter. അതായത് റെൻഡറിൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ആവാം, ഫാമിലി മെമ്പർക്ക് ആവാം, അവർക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, അവിടുത്തെ ട്രെയിനീസിനോ intimate institutional controlled by the recognized and non authority കൊടുക്കാം. ആർട്ടിക്കിൾ അഡ്രസ് ടു കാഷ്വൽ വിസിറ്റേഴ്സിന് ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? പോസ്റ്റ് ബോക്സിൻ്റെ പേരിലാണ് വന്നിട്ടുണ്ടെങ്കിലും ആ ആർട്ടിക്കിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പോസ്റ്റ് ബോക്സ് ഫെസിലിറ്റി ക്യാൻ അവൈൽ എ ഫേം ഓർ പേഴ്സണൽ. അതായത് പോസ്റ്റ് ബോക്സ് ഫെസിലിറ്റി നമുക്ക് കൊടുക്കുന്നത് ഒരു ഫേമിനാവാം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആവാം. അതായിരിക്കും ആ റെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിനാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അലൈഡ് കൺസേൺ ഉണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് ഓൾറെഡി ഉള്ള പോസ്റ്റ് ബോക്സിൽ ലെറ്റേഴ്സ് കിട്ടണം എന്ന് അയാൾക്ക് പറയാം. പക്ഷെ എന്താണ്, സെപ്പറേറ്റ് ഫീ കൊടുക്കണം. അപ്പോൾ ഒരു അലൈഡ് കൺസേണിന് ആ പെർട്ടിക്കുലർ പോസ്റ്റ് ബോക്സ് കിട്ടണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീ കൊടുക്കണം. Then registered insured VP article as also money order addressed payable to the particular person or a firm in whose name the post box stands registered will be delivered or paid through the postman. അതായത് ഒരു പോസ്റ്റ് ബോക്സിലൂടെ രജിസ്റ്റേർഡോ ഇൻഷുർഡോ VP ആർട്ടിക്കിളോ മണി ഓർഡറോ വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് ബോക്സ് നമ്പറും അയാളുടെ പേരും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് എന്താ ചെയ്യേണ്ടത്? പോസ്റ്റ്മാൻ വഴി അത് ഡെലിവേർഡ് ചെയ്യണം. അല്ലാതെ പോസ്റ്റ് ബോക്സിൽ റീറ്റെയിൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റെൻഡർക്ക് എന്താണ്, റെൻഡർ ഷുഡ് നോട്ട് ക്ലൈം പെർട്ടിക്കുലർ നമ്പർ ഓഫ് പോസ്റ്റ് ബോക്സ് ആൻഡ് പോസ്റ്റ് റോ. അതായത് ഒരു റെൻഡറിന് ഈ പെർട്ടിക്കുലർ നമ്പറിലുള്ള ഒരു പോസ്റ്റ് ബോക്സ് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റോ കിട്ടണമെന്നോ ഡിമാൻഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കണം അയാൾ സ്വീകരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ബോക്സിൻ്റെ അഡ്രസ്സോ പേയോ നിലവിലില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആ ആർട്ടിക്കിൾ റിട്ടേൺ ടു സെൻഡർ ആണ്. അതുപോലെ തന്നെ ആ അഡ്രസ്സ് സീസ്ഡ് ടു റീറ്റെയിൻഡ് പോസ്റ്റ് ബോക്സ്, അതായത് ആ പോസ്റ്റ് ബോക്സ് റെന്റ് കൊടുക്കാതെ ആ പോസ്റ്റ് ബോക്സ് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ എന്ത് ചെയ്യണം? റിട്ടേൺ ടു സെൻഡർ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ബോക്സിന് അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. കൺസേൺഡ് പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ആ ആപ്ലിക്കേഷനിൽ എന്തെല്ലാം പറയണം? എന്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ പേര്, നേച്ചർ ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ പ്ലേസ് എന്നൊക്കെ പറയണം. അത് 2 ജെന്റിൽമാൻ എന്ത് ചെയ്യണം? വിറ്റ്നസ് ആയിട്ട് ഒപ്പിട്ട് വയ്ക്കണം. അത് ആ ബിസിനസ്സുമായിട്ടോ ആ വ്യക്തിയുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാവാൻ പാടില്ല. ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നത് ആരായിരിക്കും? പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും. പിന്നെന്താണ് ഇതിൽ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ should not verify applications of famous persons or well established firms, government institutions or a semi government institutions. അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തികളുടെയോ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയോ സെമി ഓർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ട? വെരിഫൈ ചെയ്യേണ്ട. പിന്നെന്താണ്, ഡെലിവറി ഏരിയ ഒന്നും മാൻഡേറ്ററി അല്ല, നമ്മൾ അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൽ പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നോ റെൻഡർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡിമാൻഡ് ദ post box of any particular number or a post box in any particular row or position should be allotted to him. അതായത് ഒരു റെൻഡർക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോസ്റ്റ് ബോക്സ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റോയിൽ വേണമെന്നോ അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. പോസ്റ്റ് മാസ്റ്റർ എന്താണോ കൊടുക്കുന്നത് അതാണ് അയാൾ സ്വീകരിക്കേണ്ടത്. പിന്നെ പറയുന്നത് അയാളുടെ ബിസിനസ് ചേഞ്ച് ചെയ്തു, ആ ഏരിയയിൽ നിന്ന് ബിസിനസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് മാസ്റ്ററിനെ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ അത് അറിയിക്കണം. ഇനി റെന്റ് എങ്ങനെയാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. The prescribed rent is to be paid in advance along with the application for rendering a post box or for renewal thereof. No renter is entitled to claim a refund of the all or any part of the rent paid by him in respect of the allotment of post box. അതായത് റെന്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താണ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യോ റിന്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്താണ് നമ്മൾ പേ ചെയ്തിട്ടുള്ള റെന്റ് ഒരിക്കലും റീഫണ്ട് തരാനായിട്ട് ചോദിക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ട് എന്ന് കൺസേൺഡ് പോസ്റ്റ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് അല്ല, അതിൻ്റെ ഒരു പാർഷ്യൽ എമൗണ്ട് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് the period of rental of a post box commences from the first day of month in which the post box is allotted and the period of renewal of the rental commences from the first day of the month immediately succeeding the period of previous rental. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2024 MTS എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ റെന്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതായിട്ടുള്ള പീരീഡ് എന്താണ്, the period of rental of a post box commences from the first day of month in which the post box is allotted. എന്നാണോ ആ പോസ്റ്റ് ബോക്സ് അലോട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആദ്യ മാസം മുതലും and the period of renewal of the rental commences from the first day of the month immediately succeeding the period of the previous rental. റിന്യൂ ചെയ്യുന്നത് എന്നാണ് കമൻസ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ പീരീഡ് ഓഫ് പ്രീവിയസ് റെന്റലിന്റെ ഫസ്റ്റ് ഡേ മുതലും കമൻസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, the period of rental of a post box commences from the first day of month in which the post box is allotted and the period of renewal of the rental commences from the first day of month immediately succeeding the period of previous rental. ഇനി നേരത്തെ പറഞ്ഞതാണ് ലൈസൻസിങ് അതോറിറ്റി ഡെലിവറി പോസ്റ്റ് മാസ്റ്റർ ആണ്. പിന്നെ അവൈലബിലിറ്റി, പോസ്റ്റ് ബോക്സ് അവൈലബിലിറ്റി can fixed by CPMG. Changes his business address can inform the postmaster within 7 days of such change. അതായത് ബിസിനസ് അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ 7 ദിവസത്തിനകം പോസ്റ്റ് മാസ്റ്ററെ അറിയിക്കണം. ഇനി ലോക്ക് ആൻഡ് കീ ഓഫ് പോസ്റ്റ് ബോക്സ് ഷുഡ് സറണ്ടർ ടു ദ പോസ്റ്റ് മാസ്റ്റർ വിത്തിൻ 15 days ഓഫ് ദ എക്സ്പയറി ഓഫ് എ പോസ്റ്റ് ബോക്സ് ഇഫ് നോട്ട് റിന്യൂഡ്. അതായത് പോസ്റ്റ് ബോക്സിന്റെ റിന്യൂ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് പോസ്റ്റ് മാസ്റ്ററിൽ ഏൽപ്പിക്കണം. അപ്പോൾ ലോക്ക് ആൻഡ് കീ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും, അത് അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങുന്നതല്ല, പോസ്റ്റ് മാസ്റ്റർ തരുന്നതാണ്. അപ്പോൾ അതെന്താണ്, 15 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. ഇതാണ് പോസ്റ്റ് ബോക്സ്. അതൊരു വൈഡ് ടോപ്പിക്കാണ്, ഞാൻ കുറച്ചായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ താങ്ക് യു.